ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കപ്സയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി നോക്കാം. ഇതിനു വേണ്ടി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള, 5 തക്കാളി, ഒരു 5-8 പച്ചമുളക്, 2 കൂട് വെളുത്തുള്ളി, ഒരു മാഗി ക്യൂബ്, പിന്നെ 500 ഗ്രാം ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. കയമരിക്ക് പകരം ബസുമതി അരിയായാലും കുഴപ്പമില്ല. പിന്നെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും ചെറിയ ജീരകവും കുരുമുളകും ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ്, ബേ ലീവ്സ് ഇത്രയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മുടെ സവാള നീളത്തിൽ കട്ട് ചെയ്തതും പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയും പച്ചമുളകും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നങ്ങ് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. മാഗി ക്യൂബ് നല്ലവണ്ണം ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. മാഗി ക്യൂബ് നല്ലോണം അരിയുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനുശേഷം നമ്മുടെ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുത്താൽ പിന്നെ നല്ലവണ്ണം തക്കാളിയുടെ ഒരു പച്ചച്ചവ മണന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ പിന്നെ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിൽ 1/4 കപ്പ് ചിക്കൻ വേവിച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് അരി ആവുന്നത്, അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ചിക്കൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാഗി ക്യൂബിലും ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ പിന്നെ നമ്മളിതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളക്കുന്ന വരെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ മൂടി തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ അരി നല്ലോണം വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ അരി നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ള ഒരു ചിക്കൻ കപ്സയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, മറ്റൊരു റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.